പാലിയേറ്റീവ് കെയറിൽ പ്രവർത്തിക്കുന്നതിനിടയിൽ ഉണ്ടായിട്ടുള്ള നല്ല ഓർമ്മകൾ ഏതെങ്കിലും ഉണ്ടോ പങ്കുവയ്ക്കാൻ? അങ്ങനെ ചോദിക്കുമ്പോൾ എന്റെ മനസ്സിലേക്ക് ആദ്യം കടന്നു വരുന്നത് ആക്ച്വലി ഞാൻ പാലിയേറ്റീവിലേക്ക് ജസ്റ്റ് കടന്നു വരുന്ന ആ ഒരു സമയത്ത് ഒരു ഭാര്യയും ഭർത്താവും കൂടി എന്നെ കാണാൻ വന്നതാണ്. അതില് ആ സ്ത്രീ അവരുടെ അച്ഛന് വേണ്ടിയാണ് എൻ്റെ അടുത്ത് സംസാരിച്ചത്. അച്ഛൻ ടങ്ങില് ക്യാൻസർ ഉള്ള ഒരു നാവില് ക്യാൻസർ വന്നിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ ഒരു 10 വർഷമായിട്ട് ആൾക്ക് സ്ട്രോക്കും ബാധിച്ചിട്ട് ഒരു വശം തളർന്നിട്ടുള്ള ഒരു വ്യക്തിയും കൂടിയായിരുന്നു. അപ്പൊ ഈ ടങ്ങിലെ ക്യാൻസർ ചികിത്സിച്ച് ഭേദമാവാതെ അത് കുറച്ചും കൂടി വേഴ്സ് ആയപ്പോഴത്തേക്കും ഇനി ഒന്നും ചെയ്യാനില്ല എന്നുള്ള ഒരു അവസ്ഥ എത്തിയപ്പോ വീട്ടിൽ തന്നെയായിരുന്നു ബാക്കിയുള്ള പരിചരണം. അപ്പോ അങ്ങനെ ഇരിക്കെയാണ് ഈ മുഖത്തുണ്ടായ വ്രണം കൂടി അത് കൂടുതൽ പഴുക്കുകയും പിന്നെ അത് ഇൻഫെക്റ്റഡ് ആയി അത് മാനേജ് ചെയ്യാൻ പറ്റാത്ത വിധത്തില് ആളുടെ ഒരു ഫിസിക്കൽ സ്ഥിതി വളരെ മോശമായി വന്ന ഒരു സാഹചര്യത്തിലാണ് ആ മകള് എന്നോട് എന്റെ ഒപിയിൽ വരുന്നത്. എന്നിട്ട് ഇൻഫാക്ട് അവരുടെ ആവശ്യം വളരെ ഡിഫറെന്റ് ആയിരുന്നു. അവര് വീട്ടുകാർക്ക് എല്ലാവർക്കും ഈ ഒരു അവസ്ഥ, അച്ഛന്റെ ഈ ഒരു അവസ്ഥ കണ്ടിട്ട് എന്താ ചെയ്യാം, ഇനി പറ്റുന്നത്, ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, ഇനിയിപ്പൊ അച്ഛൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ, അതിനു വേണ്ടി നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള ഒരു റിക്വസ്റ്റ് ആയിട്ടാണ് വന്നത്. ഇപ്പൊ നമ്മള് യൂതനേസിയ എന്നൊക്കെ പറയുന്നത് പോലെ ആ ഒരു റിക്വസ്റ്റ് ആയിട്ടാണ് വന്നത്. അപ്പൊ ആ ഒരു പോയിന്റ് ഓഫ് ടൈമില് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം, നമ്മളെപ്പോഴും അത്തരത്തിലുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോഴത്തേക്കും നമ്മൾ വിചാരിക്കുന്നത് ഇവർക്ക് എന്തുകൊണ്ട് ഇങ്ങനെ തോന്നി, ഇവർക്ക് സ്നേഹമില്ലാണ്ടാണോ അങ്ങനെ തോന്നിയത്? പക്ഷെ നേരെ മറിച്ച് അവിടെ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു. അവർക്ക് സ്നേഹം കൂടിയിട്ടായിരുന്നു. അവർക്ക് ആ വേദന കണ്ടു നിൽക്കാൻ പറ്റാത്തതിന്റെ ഒരു ബുദ്ധിമുട്ട് കൊണ്ടാണ്. അതിൽ എന്താ ഇനി ചെയ്യാൻ പറ്റുന്നത് എന്നവർക്ക് അറിയാത്തത് കൊണ്ടായിരുന്നു. അപ്പോ ആ ഫാമിലീനെ ആക്ച്വലി ഒരു പാലിയേറ്റീവ് കെയർ ടീമായിട്ട്, ഒരു ഹോം കെയർ ടീമായിട്ട് കണക്ട് ചെയ്ത് കൊടുത്ത് അച്ഛന് ആക്ച്വലി ആ വ്രണത്തില് ഒരുപാട് പുഴുക്കളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം തന്നെ വളരെ നല്ല രീതിയിൽ അത് പരിചരണം ചെയ്ത് അത് ക്ലീൻ ചെയ്ത് കൊടുത്ത് കുറച്ചു കാലം കൂടി, അധികം കാലം ഉണ്ടായിരുന്നില്ല എന്നാൽ കൂടിയും കുറച്ചു കാലം കൂടി അച്ഛന് വേദനയില്ലാതെയും ബുദ്ധിമുട്ട് കുറച്ചും കഴിയാൻ സാധിച്ചു. അപ്പോ എനിക്ക് മറക്കാൻ പറ്റാത്തൊരു കാര്യം അതാണ്. പലപ്പോഴും നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് അറിയാത്തത് കൊണ്ടാണ് പലപ്പോഴും നമുക്കൊരു നിസ്സഹായ അവസ്ഥ തോന്നുന്നത്. അപ്പൊ പാലിയേറ്റീവ് കെയർ അവയർനെസ്സിൽ കൂടി എനിക്ക് തോന്നുന്നു ഇത്തരം കാര്യങ്ങളിൽ ഒരു വലിയ മാറ്റം തന്നെ നമ്മുടെ ഒരു സൊസൈറ്റിയിൽ വരാൻ സാധിക്കും. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.